ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ആയത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എന്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിന്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് സജിന നൂർ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത്. ഞാൻ അന്നേരം കൈയോടെ ഡൗൺലോഡ് ചെയ്തെടുത്തു. സജിനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സജിന എന്തെങ്കിലും ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു വീഡിയോ ഷൂട്ട് ചെയ്യും. അത് നേരെ അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യും. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തി അത് വിവാദമായി എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ഇവർ അത് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഇവർ പലപ്പോഴും ചെയ്തിട്ടുള്ള കാരണം ഞാനിത് കൈയോടെ ഡൗൺലോഡ് ചെയ്തെടുത്തു. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യണമെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ തപ്പി മറ്റ് യൂട്യൂബേഴ്സിന്റെ ചാനൽ മുഴുവൻ കടന്ന് കറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ കൈയോടെ ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇതിനകത്ത് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇത്രേ ഉള്ളൂ: ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാക്ക് ചെയ്ത ശേഷം നമ്മൾ ഇന്നലെ എല്ലാവരും കണ്ട ആ ഒരു പോസ്റ്റ് ആരോ അപ്ലോഡ് ചെയ്തതാണ് എന്നാണ് ഈ പറയുന്നത് സജിന പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഇവര് ഗർഭിണിയാണ്. ഇപ്പോൾ 9 ആഴ്ചയോളമായിട്ട് ഇവർ ഗർഭിണിയാണ്. അതിന് കാരണക്കാരൻ ഈ പറയുന്ന ഓസ്കാർ അവാർഡ് ചെയ്ത പാടുള്ള റസൂൽ പൂക്കുറ്റിയാണെന്ന തരത്തിലായിരുന്നു ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഒരു പോസ്റ്റ് വന്നത്. ഇതിനകത്ത് സജിന പറയുന്നത് വെച്ച് ഓക്കെ, സമ്മതിച്ചു, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആരോ ഹാക്ക് ചെയ്താണ്. പക്ഷെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരു ന്യായീകരണം ഇറക്കുമ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതായത് ഫസ്റ്റ് നമുക്ക് ഇന്നലെ വന്ന ആ പോസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഇതിനകത്ത് റസൂൽ പൂക്കുറ്റിയും സജിനയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം. ഈ ചിത്രം പബ്ലിക് ഡൊമൈനിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് ഇത് ഇവരുടെ പേഴ്സണൽ കളക്ഷനകത്തുള്ള സാധനമാണ്. ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ വരാത്ത ഒരു ചിത്രം എങ്ങനെ ഹാക്ക് ചെയ്ത ആളുടെ കിട്ടി? അതൊന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ഈ ഫോണിന്റെ ബാക്ക് കവർ, ഐഫോൺ ആണ്, അതിന്റെ ബാക്ക് കവർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പിന്നെ മൂന്നാമത്തത് ഇവരുടെ കയ്യിൽ കിടക്കുന്ന മോതിരം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ഈ ഫോണിന്റെ ബാക്ക് കവർ റീസെന്റ് ആയിട്ട് ഒരു ഓൺലൈൻ ചാനലിൽ വന്ന നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ? സിംപ്ലിസിയായിട്ട് കുറേ വർഷത്തെ പരിചയമുണ്ട് എനിക്ക്. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ വേദിയിൽ വന്നതും ഈ കുഞ്ഞുമോളുടെ കല്യാണത്തിന് വന്നതും എൻഗേജ്മെന്റ് വന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ചേച്ചിയുടെ കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടിട്ടാണ് ശരിക്കും ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആൻമരിയ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ചേച്ചിയുടെ നല്ല മനസ്സിനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നത് തന്നെ. പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു വിവാഹ ഫംഗ്ഷനകത്ത് ഇവർ പങ്കെടുക്കുന്ന സമയത്ത് ഇവരുടെ ഫോണിന്റെ ബാക്ക് കവർ പലപ്പോഴായിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതേ ഫോണിന്റെ ബാക്ക് കവർ തന്നെയല്ലേ ഇത് ഈ ഒരു ചിത്രത്തിനകത്ത് കാണുന്നത്. അതായത് ഇവരുടെ ആ മിറർ സെൽഫിക്കകത്ത് ഇവർ 9 വീക്ക് പ്രഗ്നന്റ് ആണ് എന്ന തരത്തിൽ കാണിച്ചിരിക്കുന്ന അതേ ഒരു മിറർ സെൽഫിക്കകത്ത ഫോണിന്റെ ബാക്ക് കവർ എന്ന് പറയുന്നത് ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ബാക്ക് കവർ തമ്മിൽ സാമ്യമുണ്ട്. അതൊക്കെ ഇനിയിപ്പോ നിങ്ങൾക്ക് പറയാം, അത് വേറെ ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു ബാക്ക് കവർ വാങ്ങിയിട്ട് ഷൂട്ട് ചെയ്തായിരിക്കാമെന്ന്. പിന്നെ ഇത് കണക്ക് ഇവരുടെ മോതിരം, ഈ കയ്യിൽ കിടക്കുന്ന മോതിരം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിലേക്ക് പോകാം. ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ആയത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എന്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിന്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ മോതിരങ്ങൾ ഒന്ന് ഊരി വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ആളുകൾ വിശ്വസിച്ചേനെ. കാരണം ഇതേ മോതിരങ്ങൾ തന്നെയാണ് ഈ ഒരു ചിത്രത്തിനകത്ത് മിറർ സെൽഫിക്കകത്തും കാണുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിറ്റി ചെയ്തു തരാം. ഈ വലിയ മോതിരങ്ങൾ 2 എണ്ണം, അതിനകത്ത് ആ കുഞ്ഞ് ഒരു കറുത്ത മോതിരം ഒഴിച്ച് ബാക്കി എല്ലാ മോതിരം ഇവരുടെ കയ്യിൽ തന്നെ കിടപ്പുണ്ട് ഈ മിറർ സെൽഫിക്കകത്ത്. അതായത് ആ ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിടന്ന ആ മോതിരങ്ങളൊന്നും ഊരി വെച്ചിരുന്നെങ്കിൽ ഇത് കുറച്ചെങ്കിലും നാട്ടുകാർ വിശ്വസിച്ചേനെ. പിന്നെ മറ്റൊരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വിട്ടുപോയി. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആരോ ഹാക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ആക്സസ് ഇല്ല, സമ്മതിച്ചു. നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്. ഇപ്പൊ എന്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് കൺവേ ചെയ്യാണ്ട് അല്ലെങ്കിൽ അത് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മാർഗമില്ല. പക്ഷെ നിങ്ങളൊക്കെ സെലിബ്രിറ്റീസ് ആണ്.
ദിനം പ്രതി ഓൺലൈൻ മീഡിയസിനെ കാണുന്ന ആളുകൾ, അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ പലരും സെലിബ്രിറ്റീസ് ആണ്, അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന് അയച്ചു കൊടുക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് സെലിബ്രിറ്റീസിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് പോസ്റ്റ് ചെയ്യും, എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് സെലിബ്രിറ്റീസിനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും, നല്ല സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും തന്നെ അത് പോസ്റ്റ് ചെയ്തേനെ. കാരണം തൻ്റെ സുഹൃത്തിനെതിരെ ഇത്തരത്തിലൊരു മോശമായിട്ടുള്ള ആരോപണം വരുന്നു, അതിൽ നിന്ന് അവളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കും കൂടി ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഈ പറയുന്ന സുഹൃത്തുക്കൾ ഇത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അതും പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആരോ ഹാക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്ത ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോ വന്നത്. എന്തുകൊണ്ട് അത്രയും ഡിലേ വന്നു? ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരികയായിരുന്നെങ്കിൽ അത്രയും സന്തോഷമാണ്. ഏതൊരു പോലീസുകാരന് അബദ്ധം പറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രയും വലിയ ബ്ലണ്ടർ കാണിച്ചു കൂട്ടുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചു, അതിൽ നിന്നൊന്ന് തലയൂരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്ന സമയത്ത് മിനിമം താൻ കാണിച്ചു വെച്ചിരിക്കുന്ന ഫ്രോഡ് പരിപാടി എന്താണ്, അല്ലെങ്കിൽ താൻ ആദ്യം ചെയ്തു വെച്ചിരിക്കുന്ന കുറ്റകൃത്യം എന്താണ്, ആ കുറ്റകൃത്യത്തിനകത്ത് എന്തെല്ലാം തെളിവുകൾ നശിപ്പിച്ചിട്ട് വേണം ഒരു വീഡിയോ പുതിയതായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ നൽകേണ്ടതെന്ന് നിങ്ങൾ പരിശോധിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് അത് വ്യക്തമായിട്ടൊന്ന് നോക്കണമായിരുന്നു. അതിനുശേഷം അതിനകത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന്, നിങ്ങളുടെ പുതിയ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കണമായിരുന്നു. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലുള്ള മോതിരം. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ SH മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ മാധ്യമം അവർ ഷൂട്ട് ചെയ്ത നിങ്ങളുടെ ആ കല്യാണ ഫംഗ്ഷനകത്തുള്ള വീഡിയോസ്, അതിനകത്ത് നിങ്ങളുടെ ഫോണിന്റെ ബാക്ക് കവർ കാണുന്ന ആ ഒരു വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യിപ്പിക്കണമായിരുന്നു. അതിനുശേഷം നിങ്ങൾ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും മണ്ടന്മാർ വിശ്വസിച്ചേനെ. എങ്കിലും ധാരാളം തെളിവുകളുണ്ട്. അപ്പോൾ ശരിയാണോ?